ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റ് 7 ക്ലാസ്സുകളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രി 4ാമത്തെ യൂണിറ്റായ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഈ യൂണിറ്റിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ക്ലാസ് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. കെമിക്കൽ കൈനറ്റിക്സ്, രാസഗതികം. It is the branch of chemistry which deals with the study of rates of reaction, the factors which depend on them, and the mechanism by which chemical reaction takes place is called chemical kinetics. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെക്കുറിച്ചും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസത്തെക്കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന വേഗതയ്ക്കനുസരിച്ച് കെമിക്കൽ റിയാക്ഷനുകളെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായി ഫാസ്റ്റ് റിയാക്ഷൻസ്, വേഗത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. ഇപ്പം നമുക്കറിയാം LPG ഗ്യാസ് കത്തുന്നത്, അതുപോലെ നേച്ചുറൽ ഗ്യാസ് കത്തുന്നത്, ലാബിൽ നടക്കുന്ന പല കെമിക്കൽ റിയാക്ഷൻസും ഫാസ്റ്റ് റിയാക്ഷൻ എക്സാമ്പിളാണ്. ഫാസ്റ്റ് റിയാക്ഷൻ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നടക്കും. The chemical reactions takes place very rapidly and it occurs within few seconds are called fast reactions. നേച്ചുറൽ ഗ്യാസ് കത്തുമ്പോൾ മീഥൈൻ എന്ന് പറയുന്നത് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. രണ്ടാമത്തെ റിയാക്ഷനാണ് മോഡറേറ്റ് റിയാക്ഷൻ, മിതമായ വേഗത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറുന്നത്. ഇത് മിതമായ വേഗത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ എടുത്തുകൊണ്ടാണ് നടക്കുക. കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോഡറേറ്റ് സ്പീഡ് ആൻഡ് ഒക്കേഴ്സ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഓർ ഫ്യൂ അവേഴ്സ് ആർ കോൾഡ് മോഡറേറ്റ് റിയാക്ഷൻസ്. മൂന്നാമതാണ് സ്ലോ റിയാക്ഷൻസ്, സാവധാനത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്. ആ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇത് ഏതാനും ദിവസങ്ങൾ എടുത്തുകൊണ്ട് വളരെ സാവധാനത്തിലാണ് റിയാക്ഷൻസ് നടക്കുക. കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് വെരി സ്ലോലി ആൻഡ് ഒക്കേഴ്സ് വിത്തിൻ ഫ്യൂ ഡേയ്സ് ആർ കോൾഡ് സ്ലോ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് പല വേഗത്തിൽ നടക്കുന്നവയാണ്. ഇങ്ങനെ പല വേഗത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു അനിമേറ്റഡ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. മഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. മഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരു ഫാസ്റ്റ് റിയാക്ഷനാണ്. ഇവിടെ റിയാക്റ്റൻസ് മഗ്നീഷ്യവും ഓക്സിജനും, പ്രോഡക്റ്റ് മഗ്നീഷ്യം ഓക്സൈഡുമാണ്. കെമിക്കൽ റിയാക്ഷൻ Mg+O2 ദാറ്റ് ഗിവ്സ് MgO. റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു സ്ലോ റിയാക്ഷനാണ്. അയൺ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെയും മോയ്സ്ചറിൻ്റെയും പ്രസൻസിൽ റെസ്റ്റായി മാറുന്ന, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡായിട്ട് മാറുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ ഒരു സ്ലോ റിയാക്ഷനാണ്. മീഥൈൽ അസറ്റേറ്റിൻ്റെ ഹൈഡ്രോളിസിസ് ഒരു മോഡറേറ്റ് റിയാക്ഷൻ എക്സാമ്പിളാണ്. മീഥൈൽ അസറ്റേറ്റ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് എത്തനോയിക് ആസിഡും മെത്തനോളും ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ ഒരു മോഡറേറ്റ് റിയാക്ഷനാണ്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത. നമുക്ക് ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന റിയാക്റ്റൻ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. യൂണിറ്റ് സമയത്തിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന കുറവിനെ റേറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന വർധനവിനെ റേറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിന് എങ്ങനെയാണ് ഡെഫിനേഷൻ കൊടുക്കുക? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻ ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിൽ ഒരു റിയാക്റ്റൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനോ ഉണ്ടാകുന്ന കോൺസെൻട്രേഷനിലെ ചേഞ്ചിനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫിസിക്സിൽ സ്പീഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്. അതേ ഫോർമുല തന്നെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കാണാൻ ഉപയോഗിക്കുന്നത്.
റേറ്റ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ബൈ ടൈം ടേക്കൺ. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ബൈ ടൈം ടേക്കൺ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുന്നത് മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ പ്ലസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ എ എന്ന് സൂചിപ്പിക്കുന്നത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് വിത്ത് ടൈമാണ്. അതുപോലെ ഡെൽറ്റ ബി സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിത്ത് ടൈമാണ്. ഡെൽറ്റ ടി സൂചിപ്പിക്കുന്നത് ടൈം ഇൻ്റർവെലാണ്. അപ്പോൾ ഡെൽറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ, ഈ സ്ക്വയർ ബ്രാക്കറ്റ് മോളാർ കോൺസെൻട്രേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് റിയാക്റ്റൻറ്റ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ടൈം ഇൻ്റർവെൽ. ഇവിടെ മൈനസ് സൈൻ ഉപയോഗിക്കാനുള്ള കാരണം റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണം. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പ്ലസ് സൈനാണ് ഉപയോഗിക്കുക. അതിന് കാരണം റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ രീതിയിലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഏവറേജ് റേറ്റ്, കെമിക്കൽ റിയാക്ഷൻ്റെ ഏവറേജ് റേറ്റ് RAV ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഏവറേജ് റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഓർ പ്രോഡക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ. ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന കുറവിനെയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വർധനവിനെയോ ഏവറേജ് റേറ്റ് എന്ന് വിളിക്കാം. ടൈം ഇൻ്റർവെൽ നിർബന്ധമാണ്. നമ്മളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. A moles of A converted into B moles of B. ക്യാപിറ്റൽ എ സൂചിപ്പിക്കുന്നത് റിയാക്റ്റൻറ്റിനെയും ക്യാപിറ്റൽ ബി സൂചിപ്പിക്കുന്നത് പ്രോഡക്റ്റിനെയാണ്. സ്മോൾ ലെറ്റർ എ സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എ. സ്മോൾ ലെറ്റർ ബി സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ബി. ഈ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏവറേജ് റേറ്റ് റിയാക്റ്റൻ്റ് ആയിട്ടുള്ള എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയാണ്? RAV ഈക്വൽ ടു -1/A ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ആ റിയാക്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്മോൾ ലെറ്റർ എ ആണ്. ആ സ്മോൾ ലെറ്റർ എ ഡിനോമിനേറ്ററിലേക്ക് വരണം. -1/A ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതേ ഇക്വേഷൻ്റെ ഏവറേജ് റേറ്റ് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? +1/B ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ ലെറ്റർ ബി ആണ്, അത് ഡിനോമിനേറ്ററിലേക്ക് വരുന്നത്. പ്ലസ് സൈൻ സൂചിപ്പിക്കുന്നത് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് സൈൻ വേണം. +1/B ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. 2 molecules ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് കൺവേർട്ടഡ് ഇൻ ടു H2 + I2. ഈ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റ് ഹൈഡ്രജൻ അയഡൈഡാണ്, പ്രോഡക്ട്സ് ഹൈഡ്രജനും അയഡനാണ്. അപ്പോൾ ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ റിയാക്ഷൻ്റെ ഏവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഏവറേജ് റേറ്റ് ഈക്വൽ ടു ഹൈഡ്രജൻ അയഡൈഡ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ -1/2 ഡെൽറ്റ HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ഈ 2 എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ -1/2 ഡെൽറ്റ HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതുപോലെ ഹൈഡ്രജൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും പ്ലസ് ഡെൽറ്റ H2, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതുപോലെ അയഡൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും പ്ലസ് ഡെൽറ്റ I2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, അതിനെ RINST എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന കുറവിനെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. A moles of A reacts with B moles of B, that gives C moles of C plus D moles of D. ഇവിടെ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും റിയാക്റ്റൻസ് ആണ്, ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ ഡിയും പ്രോഡക്ട്സ് ആണ്. സ്മോൾ ലെറ്റർ എ സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എ,
സ്മോൾ ലെറ്റർ ബി സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ബി. സ്മോൾ ലെറ്റർ സി സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് സി. സ്മോൾ ലെറ്റർ ഡി സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഡി. ഈ ജനറൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് റിയാക്റ്റൻസ് ഉപയോഗിച്ചും പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. റിയാക്റ്റൻസ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ -1/A, ഇവിടെ മൈനസ് സൂചിപ്പിക്കാൻ കാരണം റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറയാണ് ചെയ്യുക. ഈ കോഎഫിഷ്യൻറ്റ് സ്മോൾ ലെറ്റർ എ ഡിനോമിനേറ്ററിലേക്ക് വരണം. അപ്പോൾ -1/A dA/dt. അങ്ങനെയാണ് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. -1/B dB/dt. അതുപോലെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ടും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ സി ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്? പ്ലസ്. ഈ പ്ലസ് സൂചിപ്പിക്കുന്നത് റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക. അതിനാണ് ഈ പ്ലസ് സൂചിപ്പിക്കുന്നത്. +1/C dC/dt. ഇവിടെ സി എന്നത് ഈക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന് ഓർക്കണം. അതുപോലെ ഡി ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. +1/D dD/dt. ഇവിടെ ശരിക്കും ഈ ഡി എന്ന് സൂചിപ്പിക്കുന്നത് സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. അതായത് നമ്മൾ ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു, അതേപോലെ തന്നെയാണ് ഇതും എക്സ്പ്രസ് ചെയ്യുക. ചെറിയൊരു വ്യത്യാസം, ആവറേജ് റേറ്റിൽ നമ്മൾ ഡെൽറ്റയാണ് ഉപയോഗിക്കുക, പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ ഡെൽറ്റയ്ക്ക് പകരം സ്മോൾ ലെറ്റർ ഡി ആണ് ഉപയോഗിക്കുക. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. 2 molecules ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ്ഡ് ഇൻ ടു ഹൈഡ്രജൻ പ്ലസ് അയഡിൻ. ഈ ഇക്വേഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് റിയാക്റ്റൻസ് ഉപയോഗിച്ചും പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചും എഴുതണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. സമീകരിച്ച ഇക്വേഷൻ അല്ലേ നോക്കണം. സമീകരിച്ച ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ അയഡൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഈക്വൽ ടു -1/2. അവിടെ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിലെ കോഎഫിഷ്യൻ്റ് 2 ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരണം. -1/2 dHI/dt. അതുപോലെ ഹൈഡ്രജൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. +dH2/dt. അയഡ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. +dI2/dt. ഈ രീതിയിലാണ് ഏത് ഒരു ഇക്വേഷൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും അതിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് ക്ലോറോബ്യൂട്ടൈനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന റിയാക്ഷൻ. ഇവിടെ ക്ലോറോബ്യൂട്ടൈൻ വാട്ടറുമായി റിയാക്ട് ചെയ്ത് ബ്യൂട്ടനോളും HCl ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നമ്മൾ തുടങ്ങുമ്പോൾ ടെസ്റ്റ് ട്യൂബിൽ ആദ്യം ക്ലോറോബ്യൂട്ടൈൻ എടുക്കുന്നു. ക്ലോറോബ്യൂട്ടൈൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആണ്. അതിലേക്ക് വാട്ടർ മിക്സ് ചെയ്തപ്പോൾ റിയാക്ഷൻ തുടങ്ങി. ഈ റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ടൈം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് പോലെ ഈ ഡാറ്റ ഇവിടെ തന്നിരിക്കുകയാണ്. അതായത് എക്സ് ആക്സിസിൽ ടൈമാണ് എടുത്തിരിക്കുന്നത്. 100 സെക്കൻഡ്, 200 സെക്കൻഡ്, 300 സെക്കൻഡ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ ക്ലോറോബ്യൂട്ടൈൻ്റെ കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡുകൾ കഴിയും തോറും ഇവിടെ ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് മോളാർ കോൺസെൻട്രേഷൻ ടൈം കൂടുന്തോറും കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും റിയാക്റ്റൻറ്റിൻ്റെ. ഇങ്ങനെ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഇതുപോലെ ഡാറ്റയുള്ളൊരു ടേബിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് കാണാം. കാൽക്കുലേറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ദ ടൈം ഇൻ്റർവെൽ 400 സെക്കൻഡ് ടു 800 സെക്കൻഡ്. 400 സെക്കൻഡ് മുതൽ 800 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് കാണുക. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് ക്ലോറോബ്യൂട്ടൈൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം അതിൻ്റെ ഡാറ്റ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ആവറേജ് റേറ്റ് ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് എഴുതുകയാണ്. അപ്പോൾ RAB ഈക്വൽ ടു -ഡെൽറ്റ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോബ്യൂട്ടൈൻ ഡിവൈഡഡ് ബൈ ΔT എന്ന ഇക്വേഷൻ എഴുതി. ഇനി എന്താണ് ΔC4H9Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചേഞ്ച് ഇൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറോബ്യൂട്ടൈൻ, അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഇവിടെ ഫൈനൽ ടൈം 800 സെക്കൻഡാണ്, ഇനീഷ്യൽ ടൈം 400 സെക്കൻഡാണ്. ഫൈനൽ കോൺസെൻട്രേഷൻ പറയുന്നത് 800 സെക്കൻഡ് എന്നുള്ള സമയത്ത് അതിൻ്റെ കോൺസെൻട്രേഷനാണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പറയുന്നത് 400 സെക്കൻഡിൻ്റെ സമയത്തുള്ള അതിൻ്റെ കോൺസെൻട്രേഷനാണ്. അത് ഈ ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നോക്കിയേ, 800 സെക്കൻഡ് എന്നുള്ള സമയത്ത് ഈ ക്ലോറോബ്യൂട്ടൈൻ്റെ മോളാർ കോൺസെൻട്രേഷൻ എത്രയാണ്? 800 സെക്കൻഡിൽ നിന്നും ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഈ ഗ്രാഫ്. ആ ഗ്രാഫിൽ നിന്നും ഇങ്ങോട്ടുള്ള പോയിൻ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 0.02 ആണ്. അതിവിടെ നമ്മൾ കൊടുക്കുന്നു. ഇനി 400 സെക്കൻഡ് എന്ന സമയത്ത് ക്ലോറോബ്യൂട്ടൈൻ്റെ മോളാർ കോൺസെൻട്രേഷൻ എങ്ങനെ കാണാം? ഈ ഗ്രാഫിൽ 400 സെക്കൻഡ് എടുക്കുക, ആ 400 സെക്കൻഡിൽ നിന്ന് മുകളിലോട്ട് വരിക, ഈ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് നോട്ട് ചെയ്യുക, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നമുക്ക് കാണാൻ സാധിക്കും 400 സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് ക്ലോറോബ്യൂട്ടൈൻ്റെ മോളാർ കോൺസെൻട്രേഷൻ 0.045 ആണ്. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, 800 സെക്കൻഡ് എന്ന സമയത്ത് ക്ലോറോബ്യൂട്ടൈൻ്റെ മോളാർ കോൺസെൻട്രേഷൻ 0.02, 400 സെക്കൻഡ് സമയത്ത് ക്ലോറോബ്യൂട്ടൈൻ മോളാർ കോൺസെൻട്രേഷൻ 0.045 ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RAV = -0.025 ഡിവൈഡഡ് ബൈ 400 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ ഏവറേജ് റേറ്റ് ക്ലോറോബ്യൂട്ടൈൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് നമുക്ക് കാണാം. ഏവറേജ് റേറ്റ് = 0.000062 മോൾ (10⁻⁻1 (10⁻⁻1). ഇനി ഇങ്ങനൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും കാണാൻ സാധിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് 600 സെക്കൻഡിൻ്റെ സമയത്ത് ഈ റിയാക്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ 600 സെക്കൻഡ് എന്ന് പറയുന്ന സമയം എടുക്കുക. ഈ 600 സെക്കൻഡ് സമയത്ത് നേരെ ഈ ലൈൻ ഈ ഗ്രാഫിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുക. എവിടെയാണ് വന്ന് ടച്ച് ചെയ്യുന്നത്? ഇത് ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടുള്ള ലൈൻ നോക്കി നമുക്ക് കാണാൻ സാധിക്കും 0.03 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാണണമെങ്കിൽ ഈ 0.03യെ ഈ 600 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ഏവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പ്രോബ്ലം വായിക്കാം. ദ ഡീകമ്പോസിഷൻ ഓഫ് N2O5 ഇൻ CCl4 അറ്റ് 318 Kelvin ഹാസ് ബീൻ സ്റ്റഡീഡ് ബൈ മോണിറ്ററിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് N2O5 in the solution. Initially, the concentration of N2O5 is 2.33 mole (L/-1), and after 184 minutes, it is reduced to 2.08 mole (L/-1). The reaction takes place according to the equation 2N2O5 that gives 4NO2 plus O2. Calculate the average rate of the reaction. And what is the rate of production of NO2 during this period? അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏവറേജ് റേറ്റ് ആണ് കാണേണ്ടത്. അതിന് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രോബ്ലം കൃത്യമായി വായിച്ചു നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഇനീഷ്യൽ ടൈം 0 ആണ്. ആ ടൈമിൽ N2O5ൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2.33 മോൾ (L/-1) ആണ്. ഫൈനൽ ടൈം 184 മിനിറ്റ്സ് ആണ്. ആ സമയത്തുള്ള N2O5ൻ്റെ കോൺസെൻട്രേഷൻ 2.08 ആണ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ട എന്താണ്? ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഏവറേജ് റേറ്റ് എങ്ങനെ എഴുതാം? 1/2. അതുകൊണ്ടാണ് 1/2. ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിലേക്ക് വരണം. അപ്പോൾ 1/2. അവിടെ ശ്രദ്ധിക്കണം, -1/2 ആണ്. -1/2 ഡെൽറ്റ N2O5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ആ ഇക്വേഷൻ എഴുതി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -1/2 ഫൈനൽ കോൺസെൻട്രേഷൻ 2.08 ആണ്, മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2.33 ആണ്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷനിൽ നിന്ന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറച്ചാൽ ഡെൽറ്റ N2O5 കിട്ടി. ഇനി ഡെൽറ്റ ടി ടൈം എങ്ങനെയാണ് കാണുക? ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഇവിടെ ഇനീഷ്യൽ ടൈം 0 സെക്കൻഡാണ്, ഫൈനൽ ടൈം 184 ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി 184 എന്ന് കിട്ടുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് കിട്ടും. എത്രയാണ്? 6.79 × 10⁻⁻4 മോൾ (L/-1) പെർ മിനിറ്റ്. അതായത് ഇവിടെ റേറ്റ് മിനിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ മണിക്കൂറിലേക്ക് മാറ്റാം. മണിക്കൂറിലേക്ക് മാറ്റണമെങ്കിൽ ഈ കിട്ടിയ റേറ്റിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഈ കാണുന്നത്. നമുക്ക് സെക്കൻഡിലേക്ക് വേണമെങ്കിൽ മാറ്റാം റേറ്റിനെ.
ഈ കിട്ടിയ റേറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അപ്പോൾ ഈ കിട്ടിയ വാല്യൂവിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6.79 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് സെക്കൻഡിൽ വരും. അതായത് 1.13 ഇൻറ്റു 10⁻⁻5 മോൾ ലിറ്റർ⁻1 സെക്കൻഡ്⁻1. ഇനി ഇവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ഡ്യൂരിങ് ദിസ് പീരീഡ്? അതായത് ഈ പീരീഡിൽ NO2 എത്രമാത്രം ഉണ്ടാകുന്നു, അതിൻ്റെ നിരക്ക് എത്ര, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ അങ്ങനെ എഴുതി, റേറ്റ് ഈക്വൽ ടു 1/4 ഡെൽറ്റ NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് NO2 ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ്റെ റേറ്റ് നമ്മൾ എഴുതി. ഇതിൽ റേറ്റ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് 6.7 ഇൻറ്റു 10⁻⁻4 ആണ്. ഇനി ഇവിടെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അതായത് കോഎഫിഷ്യൻ്റ് എടുക്കാൻ പാടില്ല, ഈ വാല്യൂ ഡെൽറ്റ NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം റേറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 കിട്ടും 6.79 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 4. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിലാണ് ഇതിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും 6 ഫാക്ടേഴ്സാണുള്ളത്. ഒന്നാമത്തെ ഘടകം കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്, അഭികാരകങ്ങളുടെ ഗാഢത. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കൊളീഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വേഗത്തിലാവുകയും ചെയ്യും. രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റ് മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി കൂടുകയും അതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വേഗത്തിലാവുകയും ചെയ്യും. മൂന്നാമത്തെ ഫാക്ടറാണ് സർഫസ് ഏരിയ ഓഫ് ദ റിയാക്റ്റൻസ്, അഭികാരകങ്ങളുടെ പ്രതല വിസ്തീർണം. അപ്പോൾ നമുക്കറിയാം റിയാക്റ്റൻസിനെ നമ്മൾ പൗഡർ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ സ്പെരിക്കൽ ഷേപ്പിനാണ് സർഫസ് ഏരിയ കൂടുതലുള്ളത്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിലിറ്റി ഫോർ ദ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് റിയാക്ഷൻ്റെ റേറ്റ് വേഗത്തിലാവുകയും ചെയ്യും. നാലാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്, അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും സ്വഭാവം. നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സും ഉണ്ട്, കോവാലൻ്റ് കോമ്പൗണ്ട്സും ഉണ്ട്. അയോണിക് കോമ്പൗണ്ട്സുകൾ കോവാലൻ്റ് കോമ്പൗണ്ട്സുകളേക്കാൾ വേഗത്തിൽ റിയാക്ഷൻ വിധേയമാവും. അപ്പോൾ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സാൾട്ടുകൾ പലതും അയോണിക് കോമ്പൗണ്ട്സാണ്. അപ്പോൾ നേച്ചർ ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഒരു ഘടകമാണ്. അഞ്ചാമത്തെ ഫാക്ടറാണ് പ്രസൻസ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് വേഗത്തിൽ നടക്കും. അതിന് എക്സാമ്പിളാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ലൈറ്റിൻ്റെ പ്രസൻസിൽ വളരെ വേഗത്തിൽ നടക്കുന്ന റിയാക്ഷൻസാണത്. അപ്പോൾ ലൈറ്റ് ഒരു ഫാക്ടറാണ്. ആറാമത്തെ ഫാക്ടറാണ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അതായത് ഉൽപ്രേരകങ്ങൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയും നെഗറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഫാക്ടേഴ്സാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ഏവറേജ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, കെമിക്കൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ യൂണിറ്റിൻ്റെ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.